ഇടുക്കി മതികെട്ടാൻചോലയിൽ അന്യം നിന്നുപോയ റാഗി കൃഷിയിൽ 100 മേനി വിളയിച്ച ആദിവാസി കർഷകർ. ശാന്തൻപാറ ആടുവിളന്താൻ കുടിയിലെ ഗോത്ര സമൂഹമാണ് കഴിഞ്ഞ 3 വർഷമായി 10 ഏക്കറിൽ റാഗി കൃഷി ചെയ്യുന്നത്. നല്ല വിളവിനൊപ്പം കൃഷിയിടത്തിന്റെ കാഴ്ചകളും അതിമനോഹരമാണ്. കേരളത്തിന്റെ അതിർത്തി പ്രദേശമായ ബോഡിമെട്ടിൽ ദേശീയോദ്യാനമായ മതിൽകെട്ടാൻചോലയുടെ താഴ്വരയിൽ ആടിവിളന്താൻ മലനിരകളിലായി വ്യാപിച്ചു കിടക്കുന്ന റാഗി കൃഷി നയനമനോഹര കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. മതിൽകെട്ടാൻ മലനിരകളിലെ മേഘങ്ങൾക്കൊപ്പം തലയുയർത്തി നിൽക്കുകയാണ് ആടിവിളന്താൻ കുടിയിലെ റാഗി കൃഷി. മുതുവാൻ ഗോത്ര സമുദായമാണ് 10 ഏക്കറിലധികം വരുന്ന മലനിരകളിൽ പരമ്പരാഗത കൃഷിരീതികളിലൂടെ റാഗി കൃഷി ചെയ്തു വരുന്നത്. ഗോത്ര സമൂഹത്തിന്റെ പ്രധാന ഭക്ഷ്യധാന്യമാണ് റാഗി. 15ഓളം കർഷകരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് റാഗി കൃഷി വൻ വിജയമായത്. ശാന്തൻപാറ കൃഷിഭവന്റെ നേതൃത്വത്തിൽ അവരുടെ എല്ലാവിധ പിന്തുണയോടും കൂടിയാണ് ഇവിടെ റാഗി കൃഷി ചെയ്തിരിക്കുന്നത്. നമുക്ക് വളരെ നല്ല നിലയ്ക്കാണ് ഇവിടെ റാഗി കൃഷി ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. നീലവാണി, ചൂണ്ടക്കണ്ണി, ഉപ്പുമെല്ലിച്ചി, പച്ചമുട്ടി, ചങ്ങല തുടങ്ങിയ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ശാന്തൻപാറ കൃഷിഭവന്റെ സഹായവും ഇവർക്കുണ്ട്. ഇവർക്ക് റാഗി കൃഷി ചെയ്യുന്നതിനുള്ള സബ്സിഡി ഒരു ഹെക്ടറിന് 20,000 രൂപ എന്ന നിരക്കിൽ ഇവർക്ക് സബ്സിഡിയാണ് അനുവദിച്ചിട്ടുള്ളത്. അടുത്ത വർഷം അവർക്ക് വിത്ത് വേണമെങ്കിൽ വിത്ത് ഇറക്കി കൊടുക്കുന്ന രീതിയിലേക്ക് കൃഷി വ്യാപിക്കാനാണ് കൃഷി വകുപ്പ് ആലോചിക്കുന്നത്. കുടിയിലെ ഭക്ഷണ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടാണ് നിലവിൽ ഇവിടെ കൃഷി നടക്കുന്നത്. ഈ വർഷം മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ഇറക്കാനാണ് കർഷകരുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കുമളി. നന്ദു ഉണ്ട് തത്സമയം. ഗുഡ് മോർണിംഗ് നന്ദു. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നന്ദുവിന് അല്ലേ? സംസാരിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ അവിടുത്തെ അതിമനോഹരമായ ദൃശ്യങ്ങളുടെ നേരിട്ടുള്ള അനുഭവം ഒന്ന് പങ്കുവയ്ക്കൂ. മോത്തി, ഇത് മതിൽകെട്ടാൻചോല ദേശീയോദ്യാനത്തിൻ്റെ താഴ്വരയിലാണ് ഇത്ര മനോഹരമായ ഒരു കൃഷി ഗോത്ര സമുദായം നടത്തിയിരിക്കുന്നത്. മുതുവാൻ ഗോത്ര സമുദായത്തിൽപ്പെട്ട ആളുകളാണ്, 15ഓളം വരുന്ന കർഷകരാണ് ഇവിടെ റാഗി വിളയിച്ചിരിക്കുന്നത്. ഈ ഗോത്ര സമുദായത്തിൻ്റെ പ്രധാന ഭക്ഷണ വിഭവങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ റാഗി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതും അവരുടെ ആരോഗ്യത്തിനും വിശ്വസിച്ച് കഴിക്കാൻ കഴിയുന്നതുമൊക്കെ ആയ ഒരു കാര്യമാണ് സ്വന്തമായി കൃഷി ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് അവർ ഈ താഴ്വരയിലെ ഏകദേശം 10 ഏക്കറോളം വരുന്ന സ്ഥലത്ത് റാഗി കൃഷി ചെയ്യാൻ തീരുമാനിച്ചത്. അത്യാവശ്യം വിളവ് തരുന്ന ഇനങ്ങൾ നോക്കി തന്നെയാണ് ഇവർ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഇവർ ഈ വിളകൾ നോക്കിയതിനാൽ നല്ല രീതിയിൽ വിളവുണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിലും നമുക്ക് ഈ ഒരു പുറത്തുനിന്ന് വരുന്നൊരു കാഴ്ചക്കാരനെ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ മലനിരയുടെ താഴ്വരയിൽ ഇത്ര വലിയ രീതിയിലൊരു കൃഷി ചെയ്തിരിക്കുന്നത് നയനമനോഹരമായ ഒരു കാഴ്ചയാണ് ഏതൊരാൾക്കും സമ്മാനിക്കുന്നത് എന്ന് വേണം പറയാൻ. നമുക്കറിയാം, നാട്ടിൽ നിന്നും കൃഷി തന്നെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ കാടിൻ്റെ മക്കൾ വളരെ മാതൃകാപരമായ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത് ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം ഈ മേഖലയിലെ കൃഷി ഭവനും നല്ല രീതിയിൽ തന്നെ ഇവർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ള വിത്തും വളവും എല്ലാം തന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കൃഷി തുടരുകയാണെങ്കിൽ, വാണിജ്യാടിസ്ഥാനത്തിൽ ഈ മുതുവാൻ ഗോത്ര സമൂഹം ഇനിയും കൃഷി തുടരുകയാണെങ്കിൽ അപ്പോൾ കൂടുതൽ സഹായങ്ങൾ എത്തിക്കാനും കൃഷി ഓഫീസർ അടക്കമുള്ളവർ തയ്യാറാണ് എന്നാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ വലിയൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. കാര്യം, പുറത്തുനിന്ന് വാങ്ങുന്ന വിഷമടിച്ച രാസപദാർത്ഥങ്ങൾ ചേർത്ത ഭക്ഷ്യധാന്യങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായി കൃഷി ഇറക്കി സ്വന്തമായി വിളയിക്കുന്ന റാഗി കഴിക്കുന്നതാണ് എന്ന വലിയൊരു സന്ദേശമാണ് ഇത് പൊതുസമൂഹത്തിന് നൽകുന്നത്. നമുക്കറിയാം, അടുക്കളത്തോട്ടം ഉൾപ്പെടെ പലരും മാതൃകാപരമായി നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത് വ്യാപകമാക്കുന്ന കാര്യത്തിൽ കൃഷിഭവനും സർക്കാരും എല്ലാം തന്നെ പരിശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. ഒരു കറിവേപ്പ് വെച്ചുപിടിപ്പിക്കാൻ പോലും നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്കിടയിൽ ഈ മുതുവാൻ ഗോത്ര സമൂഹം വളരെ വലിയൊരു മാതൃകയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മോത്തി.